السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عباس رضي الله عنهما قال فرض رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم من اللغو والرفث وطعمة للمساكين. من نداها قبل الصلاة فهي زكاة مقبولة ومن نداها بعد الصلاة فهي صدقة من صدقات. റവാഹു അബൂ ദാവൂദ് വ ഇബ്നു മാജ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമദാന്റെ 24 ദിവസങ്ങൾ പൂർത്തീകരിച്ച് 25ാമത്തെ ദിവസത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും ബാക്കി വരുന്നതിൻ്റെ രാവും പകലും ഹയാത്താക്കാൻ നമുക്ക് ആയുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ അവസാനിക്കുന്ന ഷവ്വാൽ ഉദിക്കുന്നതോടുകൂടി തന്നെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടും മുൻപ് നിർവഹിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സുന്നത്തിനെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കിയത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം ഒന്നും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും സംസാരിക്കുന്നവരല്ല, വ്യക്തമായ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി, ഫിത്ർ സകാത്തിനെ നിർബന്ധമാക്കി. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നത് തുഹറത്തൻ ലിസ്സായിമീൻ. ഒന്നാമത്തെ ലക്ഷ്യം നോമ്പുകാരനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്തിലൊന്ന് മിനൽ ലഗ്വി വറഫത്ത്, നോമ്പെടുത്തപ്പോൾ ഉണ്ടായ എന്തെങ്കിലും വൈകാരികമായ മാനസികമായ നോമ്പിന്റെ ഹുർമത്തിനും സിഹത്തിനും വിരുദ്ധമാകുന്ന എന്തെങ്കിലുമൊക്കെ പച്ച മനുഷ്യന്മാരാണല്ലോ സംഭവിച്ചു പോയാൽ അതിന്റെ കഫാറത്താണ് എന്ത്? ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. രണ്ടാമത്തത് തുഅമത ലിൽ മസാകീൻ, ആ ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എല്ലാവരും പട്ടിണി കിടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അന്നൊരു ദിവസം എല്ലാവരും ഒരു ഈദ് എന്നുള്ള നിലക്ക് ഭക്ഷണം കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കിയത്. ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ഒരാൾക്ക് ഒരു സാ എന്നാണ് കണക്ക്. നമ്മൾ കിലോ തൂക്കുമ്പോൾ വരുന്ന പ്രയാസം എന്ന് വെച്ചാൽ 4 മുദ്ദ് ചേരുമ്പോഴാണ് ഒരു സാ ആകുക. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരാൾ ശരിക്ക് അയാൾ 2 കൈക്കുമ്പിളും ചേർത്തിയിട്ട് ഇങ്ങനെ കോരിയിട്ട് ഒരു ധാന്യത്തിന്റെ കോരൽ എടുത്താൽ ഒരു മുദ്ദായി. അങ്ങനെ 4 കോരലെടുത്താൽ. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ വിശകലനം ചെയ്തപ്പോൾ അതിന്റെ അളവിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ കാരണമായിട്ടുള്ളത്. ഏതായിരുന്നാലും നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. അത് ഒരു കുടുംബത്തിൽ എത്ര ആളാണോ ഉള്ളത് അത്രയും ആളുകളുടേത് കുടുംബനാഥൻ കൊടുക്കണം. ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഇന്ന് ഒരു ദിവസം കണക്കാക്കുന്നത് അങ്ങനെയാണ് വിശ്വാസികളുടെ കലണ്ടർ അനുസരിച്ച്. നാളെ പെരുന്നാളാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന എപ്പോഴാ? ഇന്ന് മഗ്‌രിബിന് മാസം കണ്ടോ ഇല്ലേ എന്നതിനെ ആസ്പദമാക്കിയാണ്. അപ്പൊ മഗ്‌രിബിന് മുൻപ് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ചുവെങ്കിൽ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് അല്ലെങ്കിൽ പ്രസവിച്ച ആ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് നോമ്പ് പിടിച്ചോ എന്നൊന്നും വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അപ്പോൾ കൊടുക്കണം. അപ്പോൾ ഇനി ആരെ കൊടുക്കാൻ ബാക്കി ഉണ്ടാവുക? ആരുമില്ല. ചില ആൾക്കാരുടെ ധാരണ ഇതൊക്കെ നാട്ടിലുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ആൾക്കാർ മാത്രം കൊടുക്കണ്ട, ഞങ്ങളൊന്നും അതിന് അർഹതയില്ല, ഞങ്ങളിങ്ങനെ വാങ്ങാൻ എപ്പോഴും ഈ കൈ ഇങ്ങനെ നീട്ടുന്ന ആൾക്കാർ മാത്രം, അത് ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം. കൈ ഇങ്ങനെ ഉയർന്ന കൈ, റസൂൽ പറഞ്ഞേ അൽ യദുൽ ഉല്യ ഖൈറു മിൻ യദിസ് സുഫ്ല, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ നല്ലത്. നമ്മുടെയൊക്കെ നാട്ടിൽ അത്തരം താഴ്ന്ന കൈകൾ ഇല്ലാതെ എണ്ണം കുറയ്ക്കാനുള്ള 2 ഓപ്ഷനാണ്. ഒന്ന് സക്കാത്തും മറ്റൊന്ന് ഫിത്ർ സക്കാത്തും. ഒക്കെ അപ്പൊ അത് കുടുംബനാഥൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആരാണ് സഹോദരന്മാരെ ഈ ഷവ്വാൽ 1-ന്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കാത്തവർ, അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തവർ? പഴയ കാലത്തൊക്കെ ചോറും കറിയായിരുന്നു, ഇന്നത്തെ ക്ലാസ് മാറി A ക്ലാസ് ആയില്ലേ? അപ്പൊ ആ രൂപത്തിൽ ഒരു കുടുംബത്തിന്റെ നാഥൻ നിർബന്ധമായും അത് നിർവഹിക്കണം എന്ന് പറയുമ്പോൾ ഒരാളും അതിൽ നിന്ന് എന്തല്ല ഒഴിവല്ല, എല്ലാവരും അത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. ലക്ഷ്യം എന്താ? ലക്ഷ്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, തൻ്റെ നോമ്പിൽ വന്നുപോയ അപാകതകൾ പരിഹരിക്കപ്പെടണം. അതോടുകൂടി ഈ ഒരു ലക്ഷ്യം കൂടി നടപ്പിലാവും. ഇനി പ്രായോഗികം എങ്ങനെയാ? ശേഖരിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്ന പോലെ ഒരു ചാക്ക അരി, ഏതെങ്കിലും വടക്കരി, അത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ബൾക്ക്
എന്നിട്ട് ചാക്കിൽ ഇങ്ങനെ വെക്കുക, അതിനെ പിന്നെ കടലപ്പടിയിൽ വരുന്നവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക. അത് കിട്ടിയവന് കിട്ടും, കിട്ടാത്തവന് കിട്ടൂല, കൊടുക്കാതെ കൊടുക്കൂല. ഈ രൂപത്തിലല്ല, മറിച്ച് അത് ശേഖരിക്കുകയും വിതരണം ചെയ്യുക. അപ്പൊ ശേഖരിക്കുമ്പോൾ മുഖ്യ ആഹാരത്തിന്റെ വില എന്താണോ നാട്ടിലുള്ളത്, ഇപ്പൊ ജയയാണെങ്കിൽ ജയയുടെ വില, കുറുവയാണോ കുറുവയുടെ വില, എന്നിട്ട് എല്ലാവർക്കും കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലോ കൊടുക്കുക, നമുക്ക് ബസുമതി കൊടുക്കാം. അതിന് ആരോഗ്യമൊന്നുമില്ല. കാരണം എന്താ, എല്ലാവരും വന്ന് ക്ലാസ് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അത് ക്ലാസ് ഭക്ഷണം കഴിക്കാൻ പ്രയാസം നേരിടുന്നവർക്ക് അതിൻ്റെതായ രൂപത്തിലുള്ള അരി മാത്രം കൊടുത്ത് പുറത്ത് തിന്നാൻ പറ്റും ഇല്ല, ബാക്കിയുള്ള കൂടി കൊടുക്കേണ്ടി വരും. ആ ചെലവ് ഇതിൽ നിന്ന് കണക്കാക്കണം. വാങ്ങുന്നവരുടെ ഞങ്ങൾ ഇപ്രാവശ്യം നെയ്ച്ചോറിന്റെ അരിയെ കൊടുക്കുക, ബിരിയാണിന്റെ അരിയെ കൊടുക്കുക, 500 തരണം എന്ന് പറയാൻ പാടില്ല. മറിച്ച് ആ നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അത് സ്വീകരിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുക. ഇനി ഒരു നാട്ടിൽ അത് വാങ്ങാൻ ആരുമില്ല, നമ്മുടെയൊക്കെ നാട്ടിൽ ആരും ഇപ്പൊ അത് അത്ര വലിയ അർഹരായ ആൾക്കാരുണ്ട്. വെറുതെ ഇങ്ങനെ ആ ഒരു കിറ്റ് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇങ്ങനെ പോകുന്നതാണ്. ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വിദേശത്ത് പിന്നെ ഇപ്പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തല്ലും പിടിയും കൂടുന്ന എത്ര മനുഷ്യന്മാരെന്ന് പറയും. അവരുടെയൊക്കെ നാട്ടിൽ അവരൊക്കെ കിട്ടാതെ അവർക്കിടയിൽ നാം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ അർഹരായ ആ അർഹതയുള്ള കൈകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ശേഖരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. റസൂൽ പറഞ്ഞു, മൻ നദ്ദാഹ ഖബല സ്വലാത്തി, ഇപ്പോഴാണ് കൊടുക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരത്തിന് 9 കൊടുത്തു കഴിഞ്ഞാൽ അത് ഫഹിയ സകാത്തുൻ മഖബൂല, കബൂലാക്കപ്പെടുന്ന ഒരു സക്കാത്തുൽ ഫിത്റായി മാറും. വമൻ നദ്ദാഹ ബഅദ സ്വലാ, എന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫഹിയ സ്വദഖത്തുൻ മിൻ സ്വദഖാത്ത്, സാധാരണ കൊടുക്കുന്ന ഒരു സ്വദഖ മാത്രമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. പരിശുദ്ധമായ റമദാൻ സമാഗതമായി അത് അവസാനിക്കാറാകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഫിത്ർ സക്കാത്ത് കൂടി കൊടുത്തു നമ്മുടെ ബാധ്യത നിർവഹിച്ച് നോമ്പിനെ സംശുദ്ധമായി അള്ളാഹു ഖബൂൽ ചെയ്യുന്ന ഒരു അമലായി സ്വീകരിക്കുവാൻ ഉതകുന്ന രൂപത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.